സെവൻത്ത് സ്റ്റാൻഡേർഡ് മാത്സ് ഡെസിമൽ മെത്തേഡ്സ് പേജ് നമ്പർ 80 ക്വസ്റ്റ്യൻ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ദ പെരിമീറ്റർ ഓഫ് എൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഈസ് 12.9 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാ സൈഡും എന്ന് പറയുമ്പോൾ 3 സൈഡാണ്. 3 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 3 സൈഡും കൂടെ ആഡ് ചെയ്ത് കിട്ടിയതാണ് 12.9. ആ 3 സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ സൈഡ് കാണാൻ നമ്മൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റളവാണ് ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ. സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവാണ് 12.9 തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു സൈഡ് കാണാൻ 12.9 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡി കൊണ്ട് ഹരിച്ചാൽ മതി. പെരിമീറ്റർ 12.9 സെൻറ്റിമീറ്റർ ആണ്. ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ആയതുകൊണ്ട് സൈഡ് ഈക്വൽ ടു 12.9/3. 12.9 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അവിടെ നമുക്ക് 12ൽ 3 4 ടൈംസ്, പിന്നെ 0 സബ്ട്രാക്ട് ചെയ്താൽ, പിന്നെ പോയിൻ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിൻ്റ് നേരെ ഇടണം. 0.9ൽ 3 ടൈംസ്, അപ്പോൾ ആൻസർ 4.3 കിട്ടും. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ് ഈക്വൽ ടു 12.9 എന്നും, പിന്നെ വശം സൈഡ് എന്ന് പറയുന്നത് വശമാണ്. 12.9/3 4.3 എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 16.5 kilograms of rice was divided equally among 5 people. Equally among 5 people, how many kilograms each get? How many kilogram did each get? അപ്പോൾ ടോട്ടൽ റൈസ് എന്ന് പറയുന്നത് 16.5 കിലോഗ്രാം ആണ്. ആകെയുള്ള അരി എന്ന് പറയുന്നത് 16.5 കിലോഗ്രാം ആണ്. അത് 5 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ 15 ആണെങ്കിൽ നമുക്കറിയാം 16.5 കിലോ ഉണ്ട്. അതെല്ലാം നമുക്ക് മനക്കണക്കാര് ചെയ്യാൻ പറ്റും. 15 കിലോ ഉണ്ടെങ്കിൽ 3 കിലോ കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു 1.5 കിലോ ബാക്കിയുണ്ടാവും. അപ്പോൾ 5 കൊടുക്കുമ്പം 1.5 കിലോ, അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്കിത് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇപ്പോൾ 16.5 ആണ് ടോട്ടലായിട്ടുള്ളത്. ടോട്ടൽ റൈസ് എന്ന് പറയുന്നത് 16.5. നമ്പർ ഓഫ് പീപ്പിൾ 5, ഈച്ച് ഗെറ്റ് 16.5 ഡിവൈഡ് ബൈ 5. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 16 5 3 ടൈംസ്, 3 5s are 15, 1 ബാലൻസ്, വീണ്ടും 15. ഇവിടെ നമ്മൾ പോയിൻ്റ് ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ കോഷൻ പ്ലേസിൽ അല്ലെ മോഡിൽ നമ്മൾ പോയിൻ്റ് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം. നേരെ ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 15 വരും. 3 5s are 15, 3.3 കിലോഗ്രാം, അതായത് 3 കിലോ 300 ഗ്രാമാണ് ആൻസർ വരിക. Question number 3. A large vessel contains 25.2 liters of coconut oil. It was used to fill 6 small vessels of the same size. ആകെ ഉള്ളത് എന്ന് പറയുന്നത് 25.2 ലിറ്റർ കോക്കനട്ട് ഓയിൽ അല്ലേ, ഒരു വലിയ പാത്രത്തിലുള്ളത്. പിന്നെ അതെന്ത് ചെയ്യുന്നു? 6 ചെറിയ പാത്രങ്ങളിലായിട്ട് ഒഴിക്കുന്നു. ഹൗ മച്ച് ഡസ് ഈച്ച് സ്മോൾ വെസൽ കണ്ടെയ്ൻ? അപ്പോൾ അതിൻ്റെ അകത്ത്, അതായത് ചെറിയ ബോട്ടിൽ, ചെറിയ പാത്രത്തിൽ എത്ര ഓയിൽ കൊണ്ടിട്ടുണ്ടാവും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ടോട്ടൽ ഉള്ളത് ഇതാ. ഓയിൽ കണ്ടെയ്ൻ ഇൻ ലാർജ് വെസൽ 25.2 ലിറ്റർ. നമ്പർ ഓഫ് സ്മോൾ വെസൽസ് 6. ഈച്ച് സ്മോൾ വെസൽ കണ്ടെയ്ൻ ഈക്വൽ ടു 25.2 ഡിവൈഡ് ബൈ 6. 25.2 ഡിവൈഡ് ബൈ 6 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 25 6, അത് 6 4s are 24, 1 ബാലൻസ്. ഇനി ഈ പോയിൻറ്റിൻ്റെ നേരെ 2 ഇടുക, പിന്നെ ഇവിടെ 12 കിട്ടും. 2 6 12. അങ്ങനെ 4.2 ലിറ്റർ ആണ് സ്മോൾ വെസലിലെ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതാണ്. Question number 4. 33.6 kilograms of rice was divided equally among 8 people. 36.6 കിലോഗ്രാം റൈസ് ആർക്ക് കൊടുക്കുന്നു? 8 ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നു. സുജാത ഡിവൈഡഡ് വാട്ട് ഷീ ഗോട്ട്, അതായത് ഈ 8 പേരിൽ ഒരാൾ സുജാതയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. എങ്ങനെയാ? സുജാത ഡിവൈഡഡ് വാട്ട് ഷീ ഗോട്ട്, അവൾക്ക് കിട്ടിയത്. അപ്പോൾ ഈ 8 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലെ ഒരാൾ സുജാതയാണ്. സുജാതക്ക് കിട്ടിയത് അവൾ എന്ത് ചെയ്യുന്നു? ഗോട്ട് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. അവൾക്ക് കിട്ടിയതിൻ്റെ 3 ഈക്വൽ പീസ് ആക്കിയിട്ട് 1 പാർട്ട് ആർക്ക് കൊടുത്തു? റാസിയക്ക് കൊടുത്തു. ഹൗ മച്ച് ഡിഡ് റാസിയ ഗെറ്റ്? റാസിയക്ക് എത്രയാണ് കിട്ടിയത്? അപ്പോൾ റാസിയക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ ഉണ്ട്, ആദ്യം നമ്മൾ സുജാതക്ക് കിട്ടിയത് കാണണം.
സുജാതക്ക് കിട്ടിയതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റാസിയൊക്കെ കിട്ടിയത്. അതായത് സുജാതക്ക് കിട്ടിയതിൻ്റെ അകത്തുനിന്ന് വീണ്ടും 3 കൊണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റാസിയൊക്കെ കിട്ടുന്നത് അല്ലേ? അപ്പം നോക്കാം നമുക്കതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. നമ്പർ ഓഫ് ടോട്ടൽ റൈസ് 33.6 കിലോഗ്രാം ആണ്. നമ്പർ ഓഫ് പീപ്പിൾ 8. സുജാത ഗോട്ട് 36.6നെ 8 കൊണ്ട്, അതായത് ടോട്ടൽ ഉള്ളതിനെ 8 പീസാക്കിയിട്ടാണ് ആർക്ക് കിട്ടുന്നത്? സുജാതക്ക് കിട്ടുന്നത്. അപ്പം 136 നമ്മൾ നോക്കുക 33.6 ആണ്. 8 കൊണ്ട് ചെയ്യുമ്പോൾ 8 4 32. പിന്നെ ഇവിടെ 3 2 കുറച്ചാൽ 1, അങ്ങനെ 1 കിട്ടും. പിന്നെ ഈ 6 താത്തിയിട്ട് 16, 8 2 16. പോയിന്റ് നേരെ ഇടണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ പോയിന്റ് 4.2 കിലോഗ്രാം കിട്ടും. പിന്നെ അതായത് സുജാതക്ക് കിട്ടിയതിനെ 3 പീസാക്കണം അല്ലെ, 3 പാട്ടാക്കണം. 3 പീസ് എന്ന് ചെയ്ത് അരിയാണ് 3 പാട്ട് 3 ആക്കിയിട്ട് ഓരി വെക്കണം. അതിനകത്തുള്ളൊരു പാട്ടാണ് ആർക്ക് കിട്ടുന്നത്? റാസിയക്ക് കിട്ടുന്നത്. ഇപ്പോൾ 4.2നെ 3 പാട്ടാക്കുമ്പോൾ 4.2. 3നെ ചെയ്യുമ്പോൾ 1 × 3, പിന്നെ 4 3 കുറച്ചാൽ 1 12. 12 നമ്മൾ മുകളിൽ കറക്റ്റായിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണം. 12ൽ 4 പ്രാവശ്യം, അങ്ങനെ 1.4 കിലോഗ്രാം. 1 കിലോയും 400 ഗ്രാമും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് 7407 divided by 6 equal to 1234.5. Use this result to find the answers of the following questions. ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ നമ്പർ കണ്ട 740.7 വരുമ്പോൾ ഒരു പോയിന്റ് ഇവിടെ എക്സ്ട്രാ വരും. അത് ഈ പോയിന്റ് ഇവിടെ എത്തും. 123, അത് പോയിന്റ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുമ്പം ബാക്കോട്ടാണ് വരിക. 123 ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ 74. അപ്പോൾ ഈ 120 ഈ പോയിന്റ് ഇവിടെ എത്തും. 12 പോയിന്റ്. അതായത് ഇവിടെ 2 സ്റ്റെപ്പ് വന്നല്ലോ. ഇവിടെ ഉള്ളതിൻ്റെ പോയിന്റിൽ നിന്ന് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പം 1 2 3. ഓൾറെഡി ഇവിടെ ഉള്ളതിൽ 3 സ്റ്റെപ്പ് 1 2 3. അപ്പോൾ 1 പോയിന്റ് വരും. പിന്നെ ഇതാ 0 പോയിന്റ് അല്ലേ, 4 നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഉള്ളത്. അപ്പോൾ പോയിന്റ് ഇവിടെ വരും. ഇവിടെ വരുമ്പം നമ്മൾ 0 പോയിന്റ് എഴുതിയിട്ടാണ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ 0 പോയിന്റ് കേട്ടോ. അതായത് ഇവിടെയാണ് പോയിന്റ് വരിക. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി പോയിന്റ് ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ആൻസർ ഇവിടെ എത്തും. ഇത്രയും 4 സ്റ്റെപ്പ് 1 2 3 4 സ്റ്റെപ്പും കൂടെ ബാക്കോട്ട് വരും. അപ്പോൾ പോയിന്റ് 1 2 3 4 സ്റ്റെപ്പ് ഇവിടെയാണ് വരിക. പോയിന്റ് 1 2 3 4 5 പറയില്ല. 0.1 2 3 4 5 വരും. പിന്നെ അടുത്തതിൽ ഒരു സ്ഥാനം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ആൻസറിലും എന്ത് വരും? ഒരു 0 കൂടെ വരും. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ പോയിന്റ് 1 2 3 4 5 എണ്ണം ഉണ്ട് അല്ലേ. ഇവിടെ നമ്മളിപ്പോൾ ഈ പോയിന്റ് ഓൾറെഡി ഉള്ളതാണ്. അത് നോക്കണം നിങ്ങൾ. അതായത് ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ് ഇല്ലാത്തതിന് ഇവിടെ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 5 എണ്ണം ഉണ്ടാകുമ്പോൾ 1 2 3 4 5 എണ്ണം ഉണ്ടാകുമ്പോൾ 1 2 3 4 എണ്ണേ വരുള്ളൂ. അപ്പോൾ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഇപ്പർ 1 എന്ന് എഴുതണം. അപ്പോൾ 0.0 1 2 3 4 5 ആണ് ആൻസർ വരിക. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ആൻസേഴ്സ് എല്ലാവരും ഒന്ന് നല്ലോണം ചെക്ക് ചെയ്ത് നോക്കുക. പോയിന്റ് വരുമ്പോഴുള്ള മാറ്റങ്ങൾ. ഇവിടെ പോയിന്റ് ഇല്ലായിരുന്നു അല്ലേ, ഒറ്റ പോയിന്റ് ഇല്ല. ഉത്തരത്തിലാണ് ഇവിടെ പോയിന്റ് വന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ പോയിന്റ് വരുമ്പോൾ നമ്മൾ ഈ പോയിന്റ് ഇവിടെ എത്തും, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകും. പിന്നെ 74 2 സ്റ്റെപ്പിൽ ഇവിടെ പോയിന്റ് വരുമ്പോൾ 2 സ്റ്റെപ്പ് പോയിന്റ് വരുമ്പോൾ ഇവിടെയുള്ള പോയിന്റ് 12.5 12.45 345 പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ മാറുന്ന സമയത്ത് അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് ബാക്കോട്ട് മാറും. ആദ്യം മാറുമ്പോഴോ ആദ്യം ബാക്കോട്ട് മാറും. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഓൾറെഡി നമ്മുടെ പോയിന്റ് ഉള്ളതാണല്ലേ, ഇവിടെ പോയിന്റ് ഉള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ പോയിന്റ് ഇല്ല, ആൻസറിൽ പോയിന്റ് ഉണ്ട്. ഇവിടെ 1 2 3 4 5 സ്ഥാനം വേണം. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടുന്ന് മൂവ് ചെയ്യുക. അപ്പോൾ 1 2 3 4 5 ഒരു പോയിന്റ് ഇടുക, അവിടെ 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നോക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ ആ മൊത്തത്തിലുള്ള സ്ഥാനങ്ങൾ നോക്കിയിട്ട് മാത്രമേ പോയിന്റ് അടയാളപ്പെടുത്താൻ പാടുള്ളൂ. ഈ പോയിന്റിൻ്റെ ചാപ്റ്ററൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അതിൻ്റെ ആ ഒരു ടെക്നിക്ക് നോക്കിയാൽ മാത്രം മതി. എല്ലാവർക്കും ആൻസർ നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഓക്കെ, ബൈ.